എങ്ങനെയാണ് സമ്പൂർണമായി വിടുതൽ ഒരു വ്യക്തിക്ക് ലഭിക്കുക, കുടുംബത്തിന് ലഭിക്കുക? നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ്, ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കണം. നാം ഇന്ന് വചനത്തെ കേട്ടു. ഈ സുസന്യായുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ്. അവർ നീതിനിഷ്ഠരായ മാതാപിതാക്കളായിരുന്നു. മോശയുടെ നിയമം അവർ തങ്ങളുടെ മകളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് കണ്ടോ പ്രിയപ്പെട്ടവരെ? മോശയുടെ നിയമം തങ്ങളുടെ മകളെ അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ ദൈവവചനം കൽപ്പിച്ച് തങ്ങളുടെ മക്കൾക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ദൈവവചനത്തെ കാണുന്നത്. നാം വചനത്തെ കാണുന്നുണ്ട്. സുഭാഷിത പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം പറയുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക, എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക. എന്താ പ്രിയപ്പെട്ടവരെ, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം കൊണ്ട് ഒരു വ്യക്തി നിറയണം. ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങൾ ദൈവവചനം കൊണ്ട് നിറയണം. എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ, യേശുവിന് പിശാചിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ യേശു അതിൻ്റെ മേൽ വിജയം നേടിയത് എങ്ങനെയാ? ദൈവവചനം കൊണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് പിശാചിന്റെ ഓരോ പ്രലോഭനങ്ങളും ബന്ധനക്കെട്ടുകളും ഓരോ മക്കളുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും ആത്മീയ പിതാക്കന്മാർ അവിടെ നമുക്ക് പറഞ്ഞു തരിക, ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരിക, ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് വിക്ടർ ബ്രദറിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. വിക്ടർ ബ്രദറിന്റെ അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം ഫോർട്ട് കൊച്ചിയില, എറണാകുളം ഫോർട്ട് കൊച്ചിയില. അദ്ദേഹം വലിയൊരു പ്രാർത്ഥനക്കാരനൊന്നും അല്ലായിരുന്നു. വലിയ ധ്യാനത്തിനോ വചന പ്രഘോഷണമോ ഒന്നും കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്, മാനസാന്തരമുണ്ടായത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ദൈവഭക്തിയുള്ള വ്യക്തിയായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു ആ മകളുടേത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്രിമിനൽ വക്കീലായ ഈ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഭാര്യ ധ്യാനത്തിന് പോയിരിക്കുക. അങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തെ പങ്കെടുക്കുന്നു. പക്ഷേ ഈ വിക്ടർ ബ്രദറിന് ആ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥത, ധ്യാന ഹാളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. വചനം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത രീതിയിൽ ആ ധ്യാന ഹാളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഇറങ്ങിച്ചെല്ലും. ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ധ്യാന ഹാളിന്റെ അകത്തേക്ക് കയറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസമായി കുംഭസാരത്തിന്റെ ദിവസം. ഈ കുംഭസാരത്തിന്റെ ദിവസം ജനം മുഴുവൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. നല്ല കുംഭസാരത്തിന് വേണ്ടി ഓരോ പാപങ്ങളും ഓർത്തോർത്ത് അവരൊക്കെ ഓരോ പേപ്പറിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ വിക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എങ്ങനെ കുമ്പസാരിക്കാതിരിക്കാം, ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, ആരും അറിയാതെ ഈ താമസിച്ചുള്ള ധ്യാനത്തിൽ കുമ്പസാരിക്കാതെ എങ്ങനെ ഇരിക്കാം എന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധ്യാനത്തിന്റെ സമയം കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ എല്ലാവരും കുമ്പസാരിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം കുമ്പസാരിക്കാൻ എന്നുള്ള വ്യാചാരെ അവിടെ നിറങ്ങി. അവിടെ ഒരു ഗ്രോട്ടോയുണ്ട്. ആ ഗ്രോട്ടോയുടെ പുറകിൽ പോയി അതിൻ്റെ അകത്ത് അദ്ദേഹം കയറിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു ദിവ്യ പ്രകാശം കടന്നു വരിക. അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങി. ഓരോ പാപങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക. ഈ വിക്ടർ ബ്രദർ എന്താ ചെയ്തെന്നറിയോ? ഒരു വൈദികന്റെ അടുക്കൽ പോയി തന്റെ ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുമ്പസാരം നടത്തിയ. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറുക. ദൈവവചനം കേൾക്കാൻ വേണ്ടിയുള്ള വലിയ ദാഹം, വലിയൊരു അഭിഷേകത്തോടുകൂടെ കൃപയോടുകൂടെ ആ ബ്രദർ ഉണ്ടല്ലോ, ആ ധ്യാനം സമാപിപ്പിച്ച് അവിടെ നിറങ്ങിയ. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു പ്രകാശം അടിച്ചു. എൻ്റെ പാപാവസ്ഥയോർത്ത് എനിക്ക് മനസ്തപിക്കാൻ സാധിച്ചു. ഞാൻ കുമ്പസാരിച്ച് ഒരു പുതിയ മനുഷ്യനായി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരിക. എന്താണ് അദ്ദേഹത്തിന് ലഭിച്ച ദൈവത്തിന്റെ കൃപ? ദൈവവചനം വായിക്കാനുള്ള കൃപ,
ദൈവവചനം പഠിക്കാനുള്ള കൃപ, ദൈവവചനം ജീവിക്കാനുള്ള കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ജീവിച്ചിരുന്ന ഈ ബ്രദറിന് ദൈവവചനം ഒരു പ്രകാശം ആ മനുഷ്യരേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം പറയുക, അദ്ദേഹത്തിന് ദൈവവചനം വായിക്കാനും പഠിക്കാനും ജീവിക്കാനുമുള്ള ഒരു കൃപയാ ലഭിച്ചേ. 1.5 വർഷക്കാലം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇതാ ധ്യാനം കഴിഞ്ഞു വന്നപ്പോ ഇനി ആര് വന്ന് വിളിച്ചാലും എന്നെ വന്ന് വിളിക്കേണ്ട, ആ വാതിൽ കൊട്ടിയടച്ചേക്ക്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വരും. 1.5 വർഷം കൊണ്ടുണ്ടല്ലോ ഈ ദൈവവചനം ഓരോന്നായി അദ്ദേഹം വായിക്കാൻ തുടങ്ങി, അദ്ദേഹം പഠിക്കാൻ തുടങ്ങി, മനഃപ്പാഠമാക്കാൻ തുടങ്ങി. ഈ ദൈവവചനം വിക്ടർ ബ്രദർ ഉണ്ടല്ലോ ജീവിക്കാൻ തുടങ്ങി. ഈ വിക്ടർ ബ്രദർ 1.5 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? തിന്മയുടെ അരൂപികളെ, പൈശാചിക ശക്തികളെ അദ്ദേഹം യേശു നാമത്തിന്റെ ശക്തിയാൽ ഏത് വചനമാണോ ആ വ്യക്തിക്ക് വേണ്ടി ആ വചനം പറഞ്ഞ് ബന്ധിക്കുമ്പോഴുണ്ടല്ലോ ആ വ്യക്തിയുടെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നു. ആ മനുഷ്യൻ അവിടെ വീഴിയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഈ സഹോദരനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു നാമത്തിന്റെ ശക്തിയാൽ ദൈവവചനം പറഞ്ഞുകൊണ്ട് ആ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തികൾ അവിടെ പിടഞ്ഞു വീഴുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വ്യക്തികളെ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദൈവവചനം കൊണ്ട് നിറഞ്ഞ, അഭിഷേകം കൊണ്ട് നിറഞ്ഞ, കൃപ കൊണ്ട് നിറഞ്ഞ വിക്ടർ ബ്രദറിനെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത്. വിക്ടർ ബ്രദർ പറയും, മറ്റൊന്നുമല്ല എന്റെ ജീവിതത്തിന് വിടുതൽ നൽകിയത്, മറിച്ച് ദൈവവചനം ഞാൻ നിറഞ്ഞു, ദൈവവചനം ഞാൻ പഠിച്ചു, ദൈവവചനം ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഓരോ സ്ഥലങ്ങളിലും പോയി ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ദൈവവചനം കൊണ്ട് ആ സഹോദരൻ നിറഞ്ഞിരിക്കുക. ദൈവവചനം ശക്തിയ, ഇതാ യേശു നാമത്തിന്റെ ശക്തിയ. വചനം പറഞ്ഞ് ഈ വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികൾ തിന്മയുടെ അരൂപികൾ, അന്ധകാര ശക്തികൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതിനുശേഷം ഈ വിക്ടർ ബ്രദർ മരിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നു. അദ്ദേഹത്തിന്റെ കല്ലറയെ കാണാൻ സാധിച്ചു. അഴുകാത്ത നാവ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച ആ നാവ് എങ്ങനെ അഴുകാൻ പറ്റും? ഒരു കാലഘട്ടം മുഴുവൻ കർത്താവിനെ സ്തുതിച്ച, കർത്താവിനെ മഹത്വപ്പെടുത്തിയ, ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച ആ നാവ് എങ്ങനെ അഴുകാതിരിക്കും? കണ്ടോ പ്രിയപ്പെട്ടവരെ, അഴുകാത്ത നാവുള്ള വ്യക്തിയായി വിക്ടർ ബ്രദർ മാറിയിരിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, ഈ വചനം കേൾക്കുമ്പോഴുണ്ടല്ലോ ഓരോ മക്കളോടും ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് ബന്ധനക്കെട്ടുകൾ വിടുതൽ ലഭിക്കണം. നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ ദേശത്തെ ബന്ധിച്ചിരിക്കുന്ന ഈ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കണമോ? ഇന്ന് നിനക്ക് പറഞ്ഞു തരിക, ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക, ഈ ദൈവവചനം ജീവിക്കുന്ന വ്യക്തികളായി തീരുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വചനം കേൾക്കാവോ? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. ദൈവവചനം ജീവിച്ചാൽ മതി മക്കളെ, പിശാച് വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും എളുപ്പമുള്ള മാർഗം പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുക. ആ വചനം കൊണ്ട് ജീവിച്ചു പൈശാചിക ബന്ധനങ്ങൾ വ്യക്തികളിൽ വിട്ടുപോകും. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ അതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ പറയുക, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും വിട്ടുപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നു, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ സംസാരിക്കുക, അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. എല്ലാ അശുദ്ധിയും
വർദ്ധിച്ചു വരുന്ന തിന്മയും വിട്ടുപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗ്യയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ദൈവവചനത്തെ നിങ്ങൾ എളിമയോടുകൂടെ വിനയത്തോടുകൂടെ ഈ വചനത്തിന് മുമ്പിലിരിക്കെ, ഈ വചനത്തെ സ്വീകരിക്കെ. അപ്പോൾ നമ്മളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും 22-ാമത്തെ വചനം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും. അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും. കണ്ടു പ്രിയപ്പെട്ടവരെ, 3 വർഷമായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്? അയ്യോ, 3 വർഷമായില്ലേ നമ്മുടെ കാനാടച്ചൻ നിലയ്ക്കാതെ നിർത്താതെ ദൈവവചനം നമ്മളോട് പ്രഘോഷിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? എന്നാൽ യാക്കോബ് പറയാ, നിങ്ങൾ ഈ വചനം മാത്രം കേൾക്കുന്ന വ്യക്തികളാവാതെ അടുത്ത് എന്താ പറയുന്നത്? അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കും. നിങ്ങൾ അത് ജീവിക്കുന്ന വ്യക്തികളായി തീരണം. ദൈവവചനം ജീവിക്കുന്ന വ്യക്തികളായി തീരണം. അപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. മക്കളെ, ദൈവവചനം കൊണ്ട് നിറയണം, വചനം പഠിക്കണം, വചനം കൊണ്ട് ആ വചനം നമ്മൾ ജീവിക്കണം, വചനം പഠിക്കണം, ആ വചനം നമ്മൾ ജീവിക്കണം. പിശാച് നമ്മെ തൊടില്ല. കേൾക്കുന്ന വ്യക്തികളായ മാത്രം പോരാ, മറിച്ച് വചനം, ഓരോ വചനം എടുത്ത് ജീവിക്കണം. എനിക്കറിയാം ഒരു വൈദികരെ കുറിച്ച്. ഈ വൈദികൻ അദ്ദേഹം 7 മാസക്കാലം വചനം പഠിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. എന്നിട്ട് ഇദ്ദേഹം വാഗമണ്ണി പോയിരുന്ന് ഏത് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം ജീവിക്കുക, വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം ജീവിക്കുക. എനിക്കറിയാം ഈ വൈദികനെ കുറിച്ച്. ഈ വൈദികൻ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴുണ്ടല്ലോ, വചനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ തിന്മയുടെ അരൂപികൾ സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്ത് വിധിക്ക് ഞാൻ കണ്ടു എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വചനമുണ്ടല്ലോ, ഈ വചനം കൊണ്ട് യേശു നാമത്തിന് ശക്തി ആ വചനം കൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ അരൂപികൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കണം. എന്താ? നമ്മുടെ കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കേണ്ട പുസ്തകമല്ല ദൈവവചനം, മറിച്ച് ആ വചനം തുറക്കപ്പെടണം. ദിവസവും ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ ദൈവവചനം വായിക്കാൻ വേണ്ടി, ആ വചനം ധ്യാനിക്കാൻ വേണ്ടി, ആ വചനം ജീവിക്കാൻ വേണ്ടി ഓരോ മക്കളും സമയം കണ്ടെത്തണം. ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും മനോഹരമായ ശുശ്രൂഷ ദീപികാന്റെ സൗഖ്യാലയാതരയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ അതൊന്നുമല്ല. ഇവിടെ ബൈബിൾ ഗ്രാമം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്നറിയോ? 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഈ വചനമൊക്കെ ഏത് സമയം അച്ഛൻ ഇന്ന ഭാഗം വായിക്കാൻ പറഞ്ഞ അത് വായിച്ചു തരുന്ന ഷിജി ടീച്ചറാണ്. കഴിഞ്ഞ എത്ര വർഷമായി? 16 വർഷമായി, 16 അല്ല 20 വർഷമായി ഈ ദൈവവചന ശുശ്രൂഷ ജെറുസലേം ധ്യാന കേന്ദ്രത്തെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഏകദേശം 2000-ഓളം കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഷിജി ടീച്ചർ ദൈവവചനം പഠിപ്പിച്ചേക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞ് ഇതാ 1 വർഷം കഴിയുമ്പോഴത്തേനെ ആ കുഞ്ഞ് 50 വചനം 60 വചനം കൊണ്ട് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവവചനം നമ്മളങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിശാച് നമ്മെ തൊടാൻ സാധിക്കില്ല. ഒന്ന് വചനം എടുത്ത് സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 11-ാം തിരുവചനം. സങ്കീർത്തനം 119:11. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 11-ാം തിരുവചനം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, വചനം പറയാ, എന്റെ ഹൃദയത്തിൽ ഞാൻ വചനം സൂക്ഷിച്ചു, വചനം കൊണ്ട് നിറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? പാപത്തിന്റെ സാഹചര്യങ്ങളുടെ മേൽ വിജയം വരിക്കണോ? നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ദൈവവചനം കൊണ്ട് നിറഞ്ഞാൽ മതി. എങ്ങനെയാ? വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 119 സങ്കീർത്തനം 9-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചു. ഈ കാലഘട്ടത്തിൽ നമുക്കത് ശരീരത്തിന്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതിന്റെ മേലൊക്കെ എങ്ങനെ എനിക്ക് വിജയം വരിക്കാൻ സാധിക്കുക? വ്യക്തമായി വചനം പറഞ്ഞു തരിക. നമുക്കൊന്ന് വചനം ശ്രവിക്കാം.
യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. കണ്ടോ പ്രിയപ്പെട്ട, യുവാവ് എങ്ങനെ തന്റെ മാർഗം നിർമ്മലമായി വിശുദ്ധിയോടുകൂടെ ജീവിക്കാം? വചനം വ്യക്തമായിട്ട് പറഞ്ഞു തരിക, അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് തന്നെ. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, യുവതി യുവാക്കളെ, ഈ കാലഘട്ടത്തിൽ എങ്ങനെ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ സാധിക്കുക? ശരീരത്തിന്റെ പ്രവണതകളുടെ മേൽ നിനക്ക് വിജയം വരിക്കാൻ സാധിക്കുക, ജഡിക ഭാവങ്ങളുടെ മേൽ നിനക്ക് വിജയം വരിക്കാൻ സാധിക്കുക. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് അതിന്റെ മേൽ വിജയം വരിക്കാൻ പറ്റുന്നില്ല എന്ന പ്രിയപ്പെട്ടവരെ, വചനം വ്യക്തമായിട്ട് പറഞ്ഞു തരിക, യുവാവേ എങ്ങനെ തന്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 10-11 തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 10-11 തിരുവചനം. ഈ വചനത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും കൊടുകളിൽ അതിൻ്റെതായ അഭിഷേകവും കൃപയും അവിടുന്ന് വർഷിക്കും എന്നുള്ളതാ. ഞാൻ ഈ ഡൊമിനിക് വാടമനാലച്ചന്റെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അണക്കര ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട ഡൊമിനിക് വാടമനാലച്ചൻ. അച്ഛൻ ഒരിക്കൽ വൈദികരുടെ ധ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇന്ന് കേരള സഭയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തലകറങ്ങി വീഴുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികന ബഹുമാനപ്പെട്ട ഡൊമിനിക് വാടമനാലച്ചൻ. ഈ സമയത്ത് അദ്ദേഹത്തെ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർമാര് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്കാനും റിപ്പോർട്ടുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡൊമിനിക് വാടമനാലച്ചന് ക്യാൻസർ രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയം വളരെ ചെറുപ്പം വൈദികൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഹൈറേഞ്ച് ഏരിയയിലൊക്കെ വികാരിയായി അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തുണ്ടല്ലോ അദ്ദേഹത്തിന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, അജപാലന ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ക്യാൻസർ രോഗത്തിന്റെ കീമോതെറാപ്പിയും കാര്യങ്ങളുമായി അച്ഛൻ മുന്നോട്ട് പോയി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മെത്രാൻ അറക്കൽ പിതാവ് വന്ന് അദ്ദേഹത്തോട് പറയുക, ബഹുമാനപ്പെട്ട ഡൊമിനിക് വാടമനാലച്ചൻ ഇന്ന് കേരള സഭയിൽ ശക്തമായി വചന പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനോട് പറയുക, അച്ഛൻ പ്രീസ്റ്റ് ഹോമിലേക്ക് പോയി റെസ്റ്റ് ചെയ്തോ, അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങിക്കോ. അതുപോലെ തന്നെ അച്ഛൻ ഇനി അജപാല ശുശ്രൂഷകളും ഇടവക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അച്ഛൻ്റെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ? അങ്ങനെ ഈ ഡൊമിനിക് വാടമനാലച്ചനെ പ്രീസ്റ്റ് ഹോമിലേക്ക് മാറ്റിയിരിക്കുക. ഈ പ്രീസ്റ്റ് ഹോമിൽ വന്ന് പ്രായമുള്ള വൈദികരുടെ കൂടെ അദ്ദേഹം തൻ്റെ വിശ്രമ ജീവിതവും ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിന് ഉള്ള കീമോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രേരണയുണ്ടാവുക, ദൈവവചനം പഠിക്കുക. അദ്ദേഹം കുത്തിയിരുന്ന് ദൈവവചനം പഠിച്ചു. 1-2 വചനമല്ല, അദ്ദേഹം 100 വചനം അദ്ദേഹം പഠിച്ചു. 1000 വചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു. ദൈവവചനം കൊണ്ട് നിറഞ്ഞ ഒരു പുരോഹിതനായി അദ്ദേഹം മാറി. എന്നാൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തിന് ഡോക്ടേഴ്സിന്റെ അടുക്കൽ ചെന്നിരിക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിന് സ്കാൻ ചെയ്തു. സ്കാൻ റിപ്പോർട്ട് വന്നിരിക്കുക. ഡോക്ടർമാര് പറഞ്ഞു, അച്ഛാ ഒരിക്കൽ കൂടി അച്ഛൻ്റെ സ്കാൻ റിപ്പോർട്ട് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നും കൂടി അച്ഛന് ഈ സ്കാൻ റിപ്പീറ്റ് ചെയ്യണം. അച്ഛൻ രണ്ടാമതും സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുക. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു. ഒന്നാമത്തെ റിപ്പോർട്ട് ഡോക്ടറെ ഒരു കയ്യിൽ ഇരിക്കുന്നു, അടുത്ത റിപ്പോർട്ട് അടുത്ത കയ്യിൽ ഇരിക്കുന്നു. 2 റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരേപോലെ ഇരിക്കുന്നു. ഡോക്ടർമാർ ഈ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ ഞങ്ങൾ തരാത്ത മറ്റെന്തെങ്കിലും മെഡിസിൻ അച്ഛൻ കഴിച്ചോ? ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, വേറൊരു മെഡിസിൻ ഞാൻ കഴിച്ചിട്ടില്ല. ഈ സമയത്ത് ഡോക്ടർമാർ പറയുക, ഈ 2 സ്കാൻ റിപ്പോർട്ടിലും അച്ഛൻ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തി നേടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് ക്യാൻസർ രോഗമില്ല. ഈ വൈദികരോട് ഡൊമിനിക് വാടമനാലച്ചൻ പറയുക, ദൈവവചനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ എന്ന് സംഭവിച്ച്. 1, എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. 2, ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്,
തിന്മയുടെ ശക്തികളെ, അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകളെ ബന്ധിക്കാനുള്ള വലിയൊരു കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. അഭിഷേകത്തിലൂടെ ഹല്ലേലൂയാ. സുഭാഷ പുസ്തകം 16-ാം അധ്യായം 20-ാം തിരുവചനം പറയുകയാണ്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ഹല്ലേലൂയാ. വചനം പറയുക, പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം തിരുവചനം, ദൈവവചനം ആദരിക്കുക. ഈ വചനത്തിന് വില കൊടുത്തോ മക്കളെ, അവൻ ഉത്കർഷം നേടും, അവൻ വലിയവനാവും, ദൈവം അവനെ പിടിച്ചുയർത്തും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ നാം വായിക്കുക. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ദൈവനിവേശിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ശ്വസിച്ചതാ, ദൈവത്തിന്റെ ശ്വസനമേറ്റതാ ദൈവവചനം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബുക്കുണ്ടല്ലോ, ബൈബിള്, ഇത് നിസ്സാര കാര്യമല്ല. ദൈവത്തിന്റെ നിവേശനം, ദൈവത്തിന്റെ ശ്വസനമേറ്റതാ. അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതൽ ഈ ദൈവവചനം ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശ്വസനമാണ് നമ്മിലേക്കും അവിടെ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം നമുക്ക് പറഞ്ഞു തരിക, ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താ? ഇത് പ്രബോധനത്തിലുള്ളതാ, ശാസനത്തിനുള്ളതാ, തെറ്റുതിരത്തിനുള്ളതാ, നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ ലോകത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചു, നോവൽ വായിച്ചു, നല്ല നോവലായിരുന്നു, നല്ല പോയട്രി വായിച്ചു, നല്ല ലിറ്ററേച്ചർ വായിച്ചു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും? നമുക്ക് അറിവ് ലഭിക്കും. എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞോ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, എന്നാൽ ബൈബിള് വായിച്ച എന്താ വ്യത്യാസമുള്ളത്? ഈ ലോകത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൻഫർമേഷൻ തരുമെങ്കിൽ ദൈവവചനം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ, മാറ്റം തരിക, മാനസാന്തരം തരിക. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടുകൂടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനം കൊണ്ട് നിറഞ്ഞോ, ആ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരിക, മാനസാന്തരം തരിക. നമ്മൾ നോക്കിക്കോ, വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, മദർ തെരേസ, ഇവിടെയൊക്കെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. ബൈബിൾ മുഴുവൻ വായിച്ചുകൊണ്ടല്ല അവരൊക്കെ തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധാത്മാക്കളായി മാറിയത്, മറിച്ച് ഏതെങ്കിലും ഒരു വചനം അവിടെ ജീവിതത്തെ കീറിമുറിച്ചതുകൊണ്ടാ. നമ്മൾ 3 വർഷമായി ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ദൈവവചനം നമ്മെ കീറി മുറിക്കുന്നില്ല. വചനം കേൾക്കുന്ന വ്യക്തികളായി മാത്രം നമ്മൾ ഇരിക്കുന്നു, വചനം ജീവിക്കുന്ന വ്യക്തികളാ. ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം ദേവാലയത്തിൽ വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രേരണ, ഈ ദൈവവചനം എന്നോടാണ് സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈജിപ്തിലെ വിശുദ്ധ അന്തോണി, അദ്ദേഹം സന്യാസത്തിന്റെ പിതാവാ. ഈ സന്യാസത്തിന്റെ പിതാവായ ഈജിപ്തിലെ വിശുദ്ധ അന്തോണി, അദ്ദേഹം പ്രഭു കുടുംബത്തിൽ ജനിച്ചവനാ. ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. ദേവാലയത്തിൽ മാത്രമേ ഒരു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രേരണ, ഈ ദൈവവചനം എന്നോടാണല്ലോ സംസാരിക്കുന്നത്. ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? നീ പരിപൂർണനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക. അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്ത് അദ്ദേഹം മരുഭൂമിയിലേക്ക് ഇറങ്ങി താപസനായി അവിടെ ജീവിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, 2000 വർഷം കഴിഞ്ഞിട്ടും ഈ മനുഷ്യരെ നമ്മൾ ഇന്ന് ഈ അൾത്താരയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയോ? ദൈവവചനം ജീവിച്ചതുകൊണ്ടാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം പ്രിയപ്പെട്ടവരെ. ഇന്നേ ദിവസം പ്രത്യേകമായി ഡാനിയൽ ഫാസ്റ്റിംഗ് ഡേയിലൂടെ നാം കടന്നു പോകുമ്പോൾ 16-ാമത്തെ ദിവസം നമ്മോട് പറയുക, ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. നമ്മുടെ കുടുംബത്തിലൊക്കെ അടഞ്ഞിരിക്കുന്ന പുസ്തകമായി ഈ ദൈവവചനം മാറിയിരിക്കുക. ഈ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തുറക്കപ്പെടണം.
ഈ വചനം വായിക്കാൻ തുടങ്ങിക്കോ, നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുകൾ അടിയും മക്കളെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സഹോദരനുണ്ട്, സഹോദരന്റെ ഭാര്യയും തമ്മിൽ എന്നും പ്രശ്ന, അവരിതാ കേസ് കൊടുത്തിരിക്കുക, ഡിവോഴ്സിന്റെ വക്കില, എന്താ ചെയ്യാം? ഈ സമയത്ത് ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ കുടുംബത്തിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്, പ്രായമുള്ള മാതാപിതാക്കളോട് കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരിക്കുക, അവരെ ഉപദേശിക്കാൻ പോവണ്ട, അവരെ ഒന്നും നിങ്ങൾ ചെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ പ്രായമുള്ള മാതാപിതാക്കൾ വചനം വായിക്കാൻ തുടങ്ങി. ഈ സിസ്റ്റർ വചനം വായിച്ച്, വചനം പഠിച്ച്, വചനം ജീവിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയോ? എത്ര വലിയ കലഹം ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഈ ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും തമ്മിലുണ്ടെങ്കിൽ, ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ മുറിയിലിരുന്ന് ഈ കാരണവന്മാർ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് ഏതാനും സമയം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചണ്ട കൂടിക്കൊണ്ടിരുന്ന ഈ ഭാര്യയും ഭർത്താവും സൗമ്യതയോടുകൂടെ സന്തോഷത്തോടുകൂടെ അവർ സംസാരിക്കുന്നത് കാണുക. കേൾക്കണോ പ്രിയപ്പെട്ടവരെ? പിന്നീട് അവർ ഡിവോഴ്സ് വേണ്ട എന്ന് വെച്ച് അവർ സന്തോഷത്തോടുകൂടി ഇന്ന് അവർ ജീവിക്കുക. മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയണോ? ദൈവവചനം തുറക്കപ്പെടണം, വചനം വായിക്കണം മക്കളെ, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 20-ാം തിരുവചനം പറഞ്ഞില്ലേ, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടാം. വീണ്ടും നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമ്മോട് പറയുക, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. ജാഗ്രതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. യാത്രയിലായിരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഇത് നിന്റെ കൈവെള്ളയിൽ ഒരടയാളവും നെറ്റ് തടത്തിൽ ഒരു പട്ടവുമായിരിക്കണം. വീണ്ടും നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശം. മോശ ആരാ? ദൈവത്തെ മുഖാമുഖം ദർശിച്ചവനാ, ദൈവജനത്തിന്റെ വേദന മുഴുവൻ കണ്ടിട്ടുള്ള വ്യക്തിയാ മോശ. മോശ ഇസ്രായേൽ ജനത്തോട് പറയുക, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാ, ഇത് നിങ്ങളുടെ ജീവനാ. യോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇവ മൂലമായിരിക്കും. മക്കൾക്ക് ദൈവവചനം കൊടുത്തു, ആ മക്കൾ വഴിവിടച്ചു പോവില്ല. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഈ മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ സാധിക്കും. വചനം കൊടുത്ത മാതാപിതാക്കളാണോ, ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന തിരിച്ചറിഞ്ഞു ആ മക്കളുടെ ജീവിതത്തെ ദൈവം കൈപിടിച്ചുയർത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് നമുക്ക് ഏറ്റവും ആവശ്യം എന്താ? ഭക്ഷണമല്ല, വായുവാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ? ദൈവവചന മക്കളെ, നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യം. വചനം കൊണ്ട് നിറയാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ചേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്ത മക്കളെ, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ദിവസവും എൻ്റെ കുടുംബത്തെ വചനം വായിക്കപ്പെടണം, വചനം തുറക്കപ്പെടണം, വചനം പഠിക്കണം, വചനം എനിക്ക് ജീവിക്കണം. സ്തുതിക്കട്ടെ. ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിക്ക് ഉയരട്ടെ. സ്തുതിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, വിശുദ്ധ ബൈബിളിനെ പറ്റിയുള്ള അജ്ഞത ഈശോയെ പറ്റിയുള്ള അജ്ഞതയാ. വചനം വായിക്കുന്നില്ലേ, നീ ഈശോയെ അറിയുന്നില്ല. സ്തുതിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. വചനാഭിഷേകം വ്യാപരിക്കട്ടെ.